Hi all, welcome to X&Y Learning. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് IUQMലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിട്ടുള്ള 2022 പേപ്പറിലെ 5th ക്വസ്റ്റൻ ആണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റൻ ശ്രദ്ധിക്കുക. Let m be the smallest positive integer such that m square plus m plus 1 whole square plus അങ്ങനെ m plus 10 whole square വരെ is square of a positive integer n എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ m plus n ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. യെസ്, m is the smallest positive integer എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിനെ നമുക്ക് എന്താണ് സംഭവം എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇതിന് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. സിഗ്മ എം പ്ലസ് ഐ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പോവാണ്. ഐ ഈക്വൽ ടു 0 മുതൽ 10 വരെ. സോ ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. എന്തായിരിക്കും? സിഗ്മ ഐ ഈക്വൽ ടു 0 മുതൽ 10 വരെ. ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എം സ്ക്വയർ പ്ലസ് 2m ഇൻറ്റു ഐ പ്ലസ് ഐ സ്ക്വയർ. ഓക്കെ, സോ ഇതിനെ നമുക്ക് സിഗ്മ എല്ലാവർക്കും ഇട്ട് കൊടുക്കാം. എം സ്ക്വയറിന് സിഗ്മ ഇട്ട് കൊടുത്താൽ ഓൾറെഡി എം സ്ക്വയർ ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ഇതിനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും, എം സ്ക്വയർ. യെസ്, സോ ഈ ഒരു എക്സ്പാൻഷൻ അത് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? അത് സ്ക്വയർ ഓഫ് എ പോസിറ്റീവ് ഇൻറ്റിജർ n എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻ സ്ക്വയർ എന്നാണ്, എൻ സ്ക്വയർ ആണ് ഇതിൻ്റെ വാല്യൂ. സോ എം സ്ക്വയർ ഇൻറ്റു സിഗ്മ ഐ ഈക്വൽ ടു 0 മുതൽ 10 വരെ 1. എം സ്ക്വയർ ഇൻറ്റു 1 ആണുള്ളത്, ആ 1നെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇത് എം സ്ക്വയർ എം സ്ക്വയർ എം സ്ക്വയർ അങ്ങനെ ആഡ് ചെയ്ത് പോവാണ്. പ്ലസ് 2mനെ നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് സിഗ്മ ഐ എന്ന് കണ്ടുപിടിക്കാം. ഐ ഈക്വൽ ടു 0 മുതൽ 10 വരെ പ്ലസ് സിഗ്മ ഐ സ്ക്വയർ നമുക്ക് ആഡ് ചെയ്യാം. ഐ ഈക്വൽ ടു 0 മുതൽ 10 വരെ. സോ ഇതിൻ്റെ വാല്യൂസ് എന്തായിരിക്കും? എൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു എം സ്ക്വയർ ഇൻറ്റു 1നെ നമുക്ക് 0 മുതൽ 10 വരെ ആഡ് ചെയ്താൽ എന്ന് വെച്ചാൽ 1 + 1 + 1 0 മുതൽ 10 വരെ പ്രാവശ്യം അത് 11 ആയി. സോ 1 മുതൽ 10 വരെ വെച്ചാൽ 10 ആണ്. പിന്നെ അതിൻ്റെ കൂടി 0 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 11 ആയിരിക്കും കിട്ടാൻ പോകുന്നത്. എന്ന് വെച്ചാൽ 11 ടൈംസ് ഇത് എം സ്ക്വയർ ആഡപ്പ് ചെയ്യാം. സോ ഇവിടെ ഫസ്റ്റ് എം ആണിത്, സെക്കൻഡ് എം ആണിത്, അങ്ങനെ അങ്ങനെ 10th എം ആണിത്. അതിൻ്റെ കൂടെ ഒരു എം കൂടി ഉണ്ട്, 11 എം സ്ക്വയർ ആയിരിക്കും വരിക. പ്ലസ് 2m ഇൻറ്റു, സോ ഐ നമ്മൾ 0 മുതൽ 10 വരെ ആഡ് ചെയ്യുകയാണെങ്കിൽ 0 + 1 + 2 + അങ്ങനെ 10 വരെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്തായിരിക്കും? അത് 55 ആയിരിക്കും. ഓക്കെ, പ്ലസ് ഐ സ്ക്വയർ നമ്മൾ 0 മുതൽ 10 വരെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം സിഗ്മ കെ സ്ക്വയർ 1 to n എന്ന് വെച്ചാൽ എന്തായിരിക്കും? n ഇൻറ്റു n + 1 ഇൻറ്റു 2n + 1 / 6. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള സംഭവം. സോ നമ്മൾ എന്താ ചെയ്യുക? എന്നിന് നേരെ വാല്യൂ ഇട്ട് കൊടുക്കാം. 10 നിന്ന് അങ്ങോട്ട് കൊടുത്താൽ മതി. സോ 10 ഇൻറ്റു 11 ഇൻറ്റു 2 ഇൻറ്റു 10 + 1 21/6. 6ഉം 21 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 7 കിട്ടും. ഇവിടെ എന്തായിരിക്കും? 2 കിട്ടും. 2 10 5 ആയിരിക്കും. സോ നമുക്ക് 5 ഇൻറ്റു 7 11 ഇൻറ്റു 35 എന്ന് എഴുതാം. സോ ആ വാല്യൂ നമുക്ക് ഇവിടെ കൊടുക്കാം, 11 ഇൻറ്റു 35. ഓക്കെ, സോ എൻ സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും? ഇവിടെ നമുക്ക് 11നെ മൊത്തത്തിൽ അങ്ങ് കോമൺ എടുക്കാം. സോ 11 ഇൻറ്റു എം സ്ക്വയർ പ്ലസ് 55 എന്ന് 11 പോയാൽ നമുക്ക് 5 കിട്ടുക. 5 ഇൻറ്റു 2 10m + 30. ഓക്കെ, സോ 11 ഇൻറ്റു, ഇത് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. എം സ്ക്വയർ പ്ലസ് 10m പ്ലസ് 25 പ്ലസ് 10 എന്ന് എഴുതി. അതായത് 35നെ സ്പ്ലിറ്റ് ചെയ്ത് 25 + 10 എന്ന് എഴുതി. അപ്പോൾ ഇനി എന്താ സംഭവിക്കുക? എൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു 11 ഇൻറ്റു എം പ്ലസ് 5 ഹോൾ സ്ക്വയർ പ്ലസ്. ഇതുവരെയാണ് നമ്മൾ അൾജിബ്ര ഫോളോ ചെയ്യുന്നത്. ബാക്കി നമ്മൾ നല്ല കട്ട ലോജിക്ക് ഉപയോഗിക്കും. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിച്ച് നോക്കാം. എൻ സ്ക്വയർ ഈക്വൽ ടു 11 ഇൻറ്റു സംതിങ്. എൻ സ്ക്വയർ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം എന്തായിരിക്കും? പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ 11ന്റെ ഒരു മൾട്ടിപ്പിളും കൂടി ഇവിടെ. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം 11ന്റെ ഒരു മൾട്ടിപ്പിൾ ആയി. എം പ്ലസ് 5 ഹോൾ സ്ക്വയർ പ്ലസ് 10 എന്ന് വെച്ചാൽ ഒരു 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. സോ ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. എം പ്ലസ് 5നെ ഞാൻ വെറുതെ y എന്ന് ഇട്ട് കൊടുക്കാം. വെറുതെ സിമ്പിളാക്കാൻ വേണ്ടി ഒരു എ എന്ന് ഇട്ട് കൊടുക്കാം. എ ഈസ് ഈക്വൽ ടു എം പ്ലസ് 5. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക? ഇതിന് ഞാൻ എ സ്ക്വയർ പ്ലസ് 10 എന്ന് ഇട്ട് കൊടുക്കാം. ഈ എ സ്ക്വയർ പ്ലസ് 10 എന്തായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്? അത് 11ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അത് 11 ടൈംസ് എന്ന് വെച്ചാൽ ഏതൊരു നമ്പർ എന്ന് വെച്ചാൽ 11ന്റെ മൾട്ടിപ്പിൾ ആണ് എന്നാണ്. സോ എ സ്ക്വയറും 10ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 11ന്റെ മൾട്ടിപ്പിൾ കിട്ടുന്നുണ്ടെങ്കിൽ എ സ്ക്വയർ 11 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 1 ആയി.
സോ എ സ്ക്വയറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 എന്ന് കിട്ടണമെങ്കിൽ എനെയും 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 എന്ന് കിട്ടുള്ളൂ. അപ്പം നമുക്ക് എഴുതാൻ പറ്റും എ ഈസ് ഇക്വൽ ടു 11k plus 1 എന്ന് എഴുതാം. സോ എ ഈക്വൽ ടു 11k plus 1 വിച്ച് മീൻസ് അതിൻ്റെ സ്ക്വയർ ചെയ്താൽ അതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1. സോ എ ഈക്വൽ ടു 11k plus 1 എന്ന് എഴുതാൻ പറ്റുകയാണെങ്കിൽ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഈ ഇക്വേഷനിൽ നേരെ അങ്ങോട്ട് കൊടുക്കാം. ഇതെന്തായിരിക്കും? 11 ടൈംസ് എ പ്ലസ് അല്ല എ സ്ക്വയർ പ്ലസ് 10. ഈ ക്വസ്റ്റൻ നിങ്ങൾ റിമെമ്പർ ചെയ്തിരിക്കുക. ഇതിലേക്ക് നമ്മൾ എ ഈക്വൽ ടു 11 പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. സോ ഞാൻ ഈ ക്വസ്റ്റൻ ഒന്നുകൂടി മാറ്റി എഴുതാം. എൻ സ്ക്വയർ ഈസ് ഇക്വൽ ടു 11 ടൈംസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് 10. ഇതിൽ ഞാൻ എ ഈക്വൽ ടു 11k പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എൻ സ്ക്വയർ ഈക്വൽ ടു 11 ഇൻറ്റു 11k സ്ക്വയർ പ്ലസ് 11k പ്ലസ് 1ൻ്റെ ഹോൾ സ്ക്വയർ എന്ത് കിട്ടും? 11 സ്ക്വയർ ഇൻറ്റു k സ്ക്വയർ പ്ലസ് എന്താ കിട്ടുക? 11k ഇൻറ്റു 1 ഇൻറ്റു 2. സോ 2 ഇൻറ്റു 11k പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 വരും പ്ലസ് 10. ഓക്കെ, ഈ 1 പ്ലസ് 10 ഉള്ളതിന് നമുക്ക് നേരെ 11 അങ്ങ് എഴുതാം. സോ ഈ ടേമിൽ നിന്നും 11 കുറേ കോമൺ ഉണ്ട്. അതിന് എല്ലാത്തിനും കൂടി അങ്ങ് കോമൺ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 11 ഇൻറ്റു 11 സ്ക്വയർ. 11 മൊത്തത്തിൽ നമ്മൾ കോമൺ എടുത്തു. സോ ഇവിടെ 11 മാത്രം ഉണ്ടാവും. ഈ 2 ഇൻറ്റു 11k നിന്ന് 11 പോയാൽ നമുക്ക് 2k എന്ന് കിട്ടും. പ്ലസ് 11 നിന്നും 11 പോയാൽ നമുക്ക് 1 ആയിരിക്കും. ഓക്കെ, സോ ഈ 11 സ്ക്വയർ ഇങ്ങോട്ട് വരും. സോ n സ്ക്വയർ ബൈ 11 സ്ക്വയർ അതായത് n ബൈ 11ൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 11k സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1. ഇനി ഇവിടെ ഒന്നും കൂടി ശ്രദ്ധിക്കുക, പോസിറ്റീവ് ഇൻറ്റീജർ ആണ് n. ഓക്കെ, സോ അതിൻ്റെ മീനിങ് n ബൈ 11 നമ്മൾ ഓൾറെഡി കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ട്. 11 ഇൻറ്റു ഈ ഒരു സംഭവം അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് 11ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഇത് 11 ഇൻറ്റു 11 എന്നുള്ള ഒരു കേസ് വരുന്നത് കൊണ്ട് 11 ഇൻറ്റു 11 സംതിങ് ആയതുകൊണ്ട് എന്തായിരിക്കും? നേരെ സ്ക്വയർ റൂട്ട് എടുത്താൽ ഒരു 11 അവിടെ ഉണ്ടാകും. സോ n ഒരു 11ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ n ബൈ 11 എന്തായിരിക്കും? ഒരു ഇൻറ്റിജർ. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റിജറിൻ്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് ഒരു ഇൻറ്റിജർ തന്നെ കിട്ടുക. ബട്ട് ഇൻറ്റിജറിൻ്റെ സ്ക്വയർ എടുത്താൽ ഈ ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. വിച്ച് മീൻസ് ഈ ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. സോ 11k സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അവിടുന്ന് എപ്പോഴാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് നേരെ k ഈക്വൽ ടു 1 k ഈക്വൽ ടു 2 എന്ന് ഇട്ട് കൊടുക്കാം. സോ k ഈക്വൽ ടു 1 ആയാൽ നമുക്ക് 11k സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 എന്തായിരിക്കും? സോ അത് 11 ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 1 നമുക്ക് എന്ത് കിട്ടും? 11 പ്ലസ് 3 14 കിട്ടും. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇനി നമുക്ക് k ഈക്വൽ ടു 2 ഇട്ട് കൊടുത്ത് നോക്കാം. 11 ഇൻറ്റു 2 സ്ക്വയർ അത് 444 പ്ലസ് 4 പ്ലസ് 1 നമുക്ക് എന്ത് കിട്ടും? 49 കിട്ടും. 49 ഒരു പെർഫെക്റ്റ് സ്ക്വയർ. സോ അതിൻ്റെ മീനിങ് k ഈക്വൽ ടു ഇവിടുത്തെ റൈറ്റ് ആൻസർ. സോ നമുക്കിനി നേരെ വാല്യൂസ് ഇട്ട് കൊടുത്ത് നോക്കാം. സോ n ബൈ 11 ഈസ് ഇക്വൽ ടു അതിൻ്റെ സ്ക്വയർ ഈസ് ഇക്വൽ ടു 49 വിച്ച് മീൻസ് 49 എന്ന് വെച്ചാൽ എന്താണ്? 49 എന്ന് വെച്ചാൽ യെസ് അത് 7ൻ്റെ സ്ക്വയർ ആണ്. വിച്ച് മീൻസ് n ബൈ 11 ഈസ് ഇക്വൽ ടു സോ n ഈസ് ഇക്വൽ ടു 77 എന്ന് നമുക്ക് n ഈക്വൽ ടു 77 ആണെങ്കിൽ നമുക്കറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. സോ n ഈക്വൽ ടു 77 ആണെങ്കിൽ നമുക്ക് m-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. k-ൻ്റെ വാല്യൂ നമുക്ക് 2 എന്നാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ a-ൻ്റെ വാല്യൂ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? a ഈക്വൽ ടു 11 ഇൻറ്റു 2 പ്ലസ് 1 അത് 2. a ഈക്വൽ ടു 23 കിട്ടിയാൽ നമുക്ക് യെസ് m-ൻ്റെ വാല്യൂ എന്തായിരിക്കും? a ഈക്വൽ ടു m പ്ലസ് 5 ആണ്. m പ്ലസ് 5 എന്ന് വെച്ചാൽ 23 ആണ് നമുക്ക് കിട്ടി. അപ്പോൾ m-ൻ്റെ വാല്യൂ 18 ആയിരിക്കും. സോ m-ൻ്റെ വാല്യൂ 18. സോ ഇത് രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്താൽ മതി m പ്ലസ് n എന്നുള്ള. അപ്പോൾ m പ്ലസ് n എന്തായിരിക്കും? 18 പ്ലസ് 77 നമുക്ക് ആഡ് ചെയ്താൽ നമുക്ക് 95 എന്നുള്ള. സോ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ വരാൻ പോകുന്നത് 95 ആയിരിക്കും. ഓക്കെ, സോ ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
പക്ഷെ നിങ്ങൾ ആകെ ചിന്തിക്കാനുള്ള മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ എഴുതാൻ പറ്റണം. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ഏറ്റവും സ്ട്രോങ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ. സോ ഈ ഒരു m+1 നമുക്ക് a² + 10 എഴുതാം. ഓക്കെ, സോ എനെ നമുക്ക് 11k+1 എന്ന് എഴുതാൻ പറ്റിയാൽ പിന്നെ കാര്യങ്ങൾ വളരെ സിമ്പിൾ. ഓക്കെ, എന്നാലും നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിൽ